തമിഴ്നാട്ടിൽ DMK MLA-മാരുടെ യോഗം അവസാനിച്ചു. മുന്നണി വിട്ട കോൺഗ്രസ് നീക്കത്തെ അപലപിക്കാനാണ് യോഗം ചേർന്നതെന്ന് DMK വക്താവ് TKS ഇളങ്കോവൻ പറഞ്ഞു. TVKയെ പിന്തുണയ്ക്കുന്ന കാര്യം ഇടതു പാർട്ടികളും VCKയും തീരുമാനിക്കുമെന്നും TKS ഇളങ്കോവൻ വ്യക്തമാക്കി. മനേഷ് മൂർത്തിയുണ്ട് വിവരങ്ങളുമായി. മനേഷ്, അതിൽ പ്രധാനമായും TVKയെ പിന്തുണയ്ക്കുന്ന കാര്യത്തിലായിരിക്കുമല്ലോ ചർച്ച നടന്നിട്ടുണ്ടാവുക. അനൂപ്, ഇന്ന് കാര്യമായുള്ള ചർച്ചകളൊന്നും DMK-യിലെ നിയുക്ത MLA-മാരുടെ യോഗത്തിൽ നടന്നിട്ടില്ല. പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ ഒരു കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണി വിട്ടതിലുള്ള ഒരു പ്രതിഷേധം അറിയിക്കുക എന്നത് മാത്രമായിരുന്നു പ്രധാനമായും ഒരു യോഗം കൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ആ യോഗം ഉണ്ടായിരുന്നത്. ഏകദേശം 20 മിനിറ്റ് മാത്രമാണ് ആ യോഗം ഉണ്ടായിരുന്നത്. അതിൽ കോൺഗ്രസിനെതിരായ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു, അത് പാസ്സാക്കുന്നു. അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ ആ യോഗം പിരിച്ചുവിടുകയുമായിരുന്നു. പ്രധാനപ്പെട്ട കാര്യം അതിലുണ്ടായത്, ഈ പറഞ്ഞ രീതിയിൽ കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തിയാണ് ഈ കോൺഗ്രസ് DMK സഖ്യത്തിൽ നിന്നും പോയത്. അവരുടെ BJP-യേക്കാൾ മോശമായി പല സംസ്ഥാനങ്ങളിലും BJP ചെയ്യുന്ന അതേ കാര്യമാണ് കോൺഗ്രസ് തമിഴ്നാട്ടിലും ചെയ്തത് തുടങ്ങിയ രൂക്ഷമായ വിമർശനങ്ങൾ എന്തായാലും കോൺഗ്രസിനെ ഉന്നയിക്കുന്നുമുണ്ട് DMK. അതാണ് ഇന്ന് നടന്ന യോഗമെന്ന് പറഞ്ഞത്. അവിടെ മറ്റു തരത്തിലുള്ള ചർച്ചകളൊന്നും തന്നെ ഇന്ന് വേറെ കാര്യമായുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഒരു TVK സർക്കാർ രൂപീകരിക്കുന്ന കാര്യത്തിൽ വിജയ് മുഖ്യമന്ത്രിയാവുന്ന കാര്യത്തിലൊക്കെ ഒരു ഏകദേശ ധാരണ നാളെയോടുകൂടി ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് എന്തായാലും. അത്തരത്തിൽ തന്നെയാണ് വിവരങ്ങൾ നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.